തിരികെയുള്ള യാത്രയിൽ പോളും റൂബിയും തീർത്തും മൗനമായിരുന്നു. പക്ഷേ റൂബി ഇടയ്ക്കിടെ കണ്ണുകൾ സാരിത്തുമ്പാൽ അമർത്തി തുടച്ചുകൊണ്ടിരുന്നു. എന്തിനാ കൊച്ചേ ഇങ്ങനെ കരയുന്നേ? ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയല്ലേ പോയത്? എന്നിട്ടും എന്തിനാ ഇങ്ങനെ കണ്ണു നിറയ്ക്കുന്നേ? വണ്ടി ഓടിക്കുന്നതിനിടയിൽ തന്നെ പോൾ അവരെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞു. എന്നാലും എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഇച്ചായ. പോട്ടടോ, അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അവര് ചോദിച്ചത് നേരല്ലേ. നമ്മുടെ വീടിനകത്ത് വെച്ചല്ലേ നമ്മുടെ സൽപുത്രൻ ആ പെങ്കൊച്ചിന്റെ മുറിയിൽ കയറി ചെന്നത്. എന്നിട്ട് നമ്മൾ അറിഞ്ഞോ? അങ്ങനെയുള്ളൊരു വീട്ടിലേക്ക് എന്ത് വിശ്വസിച്ചാ അവരാ കൊച്ചിനെ അയക്കുന്നേ? പോളത് പറഞ്ഞപ്പോൾ റീജോയെ പോലെ ഒരുത്തിന് വയറിനിടം കൊടുത്തുപോയല്ലോ എന്നോർത്ത് സ്വയം അറിയാതെ വേദന തോന്നിപ്പോയിരുന്നു റൂബിക്ക്. ആ നൊമ്പരം കണ്ണുനീരായി അവരുടെ കവളിനെ നനയിച്ചു കൊണ്ടൊഴുകിയിറങ്ങി. റൂബിയും പോളും തിരികെ കളരിക്കലെത്തുമ്പോൾ പുറത്തെവിടേക്കോ പോകാനിറങ്ങുകയായിരുന്നു റീജോ. റയാന്റെ കൈപ്രയോഗം നന്നായി തന്നെ ഏറ്റതുകൊണ്ട് കോളേജിൽ പോകാൻ പോയിട്ട് ആ നേരത്ത് ബെഡിൽ നിന്ന് അനങ്ങാൻ പോലുമുള്ള ആരോഗ്യമുണ്ടായിരുന്നില്ല അവന്. അതുകൊണ്ട് ഉച്ചവരെ കിടന്നുറങ്ങിയിട്ട് ഇപ്പോൾ എണീറ്റ് പുറത്തേക്ക് പോകാൻ തന്നെ വരവായിരുന്നു അവൻ. മമ്മിയും ഡാഡിയും കൂടി ഇതെവിടെ പോയേച്ച് വരുവാ? അകത്തേക്ക് കയറി വന്ന പോളിനെയും റൂബിയെയും കണ്ടതും റയാൻ അവരോടൊന്നും പറയാൻ സാധ്യതയില്ലെന്നുള്ള ധൈര്യത്തിൽ അവിടേക്ക് ചെന്നുകൊണ്ട് റീജോ ചോദിച്ചതും പിടിവിട്ടു പോയതുപോലെ റൂബി കൈ നീട്ടിയവന്റെ കാരണത്തൊരെണ്ണം പൊട്ടിച്ചു. മമ്മി, മമ്മി എന്നാത്തിനാ എന്നെ അടിച്ചേ? ഉള്ളിൽ ഭയത്തിന്റെ ഒരു അഗ്നിപർവ്വതം പൊട്ടിച്ചിതറിയെങ്കിലും റീജോയ്ക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. വിളിക്കരുത് നീ എന്നെ അങ്ങനെ. ഞാൻ വയറ്റിനിടം തന്ന് നീ സ്വന്തം കൂടപ്പറപ്പിന്റെ പെണ്ണിന്റെ ചൂട് പറ്റാൻ പോകാൻ പോലും മടിയില്ലാത്തൊരു മൃഗമായി വളർന്നത് ഞാൻ അറിയാൻ വൈകിപ്പോയല്ലോടാ. റൂബിയുടെ വായിൽ നിന്നും ആ വാക്കുകൾ പുറത്തേക്ക് വന്നതും റീജോയുടെ നട്ടലിലൂടെ ഒരു പെരുപ്പ് പാഞ്ഞുപോയി. മമ്മി, ഞാൻ നിർത്തടാ. ആരാ നിന്റെ മമ്മി? ഞാനും നിനക്ക് വെറുമൊരു പെണ്ണു മാത്രമാ. ഇന്നല്ലെങ്കിൽ നാളെ നീ പറയാൻ വന്നത് പൂർത്തിയാക്കാൻ കഴിയാതെ വിമ്മി കരഞ്ഞു പോയിരുന്നു റൂബി. തന്റെ കള്ളത്തരമെല്ലാം അവർ മനസ്സിലാക്കിയെന്നറിഞ്ഞ് പകച്ചു നിൽക്കാന് റീജോയ്ക്ക് സാധിച്ചുള്ളൂ. എന്റെ വയറ്റിൽ പിറന്ന് ഞാൻ വളർത്തിയിട്ടും നീ ഇങ്ങനെ പേ പിടിച്ചൊരു പട്ടിയായി പോയെങ്കിൽ അതെന്റെ പിഴവാടാ. അതുകൊണ്ട് നിന്റെയൊന്നും അമ്മയായിരിക്കാനുള്ള യോഗ്യത എനിക്കില്ല. നിന്നോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഈ വീട്ടിൽ നിന്റെ കൂടപ്പിറപ്പുകൾ ഉൾപ്പെടെ വേറെ 2 പെങ്കൊച്ചുങ്ങൾ കൂടെയുണ്ട്. അതുങ്ങളുടെ നേരെ എങ്ങാനും നിന്റെ ഈ പിഴച്ച കണ്ണ് ചെന്നാൽ വയറ്റിനിടം തന്നതാണെന്ന് ഞാനങ്ങ് മറക്കും. ഊട്ടി വളർത്തിയ കൈകൊണ്ട് തന്നെ ഞാൻ നിന്റെ ഉദകക്രിയ നടത്തും. അല്ലേൽ എന്റെ ആൺപിള്ളേരുടെ ജീവിതം പോവും. നിന്നെപ്പോലെ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരുത്തന്റെ ജീവനെടുത്തിട്ട് ജയിലിൽ തീർക്കേണ്ടതല്ല അവന്മാരുടെ ജീവിതം. അതിന് അർഹത നിന്നെ പെറ്റു വളർത്തിയ എനിക്ക് തന്നെയാ. അത്രയും പറഞ്ഞപ്പോഴേക്കും പൊട്ടിക്കരഞ്ഞു പോയിരുന്ന റൂബി ആർത്തലച്ചു വന്ന കരച്ചിലിനെ അമർത്തി പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഓടി. അവൾ പറഞ്ഞതിനപ്പുറമൊന്നും തനിക്ക് അവനോട് പറയാനില്ലെന്ന് തോന്നിയിട്ടോ എന്തോ പോളും പുച്ഛത്തോടെ അവനെയൊന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. അതുവരെ ഒരു മരവിപ്പോടെ അവരെ നോക്കി നിന്നിരുന്ന റീജോയാണെങ്കിൽ തലയ്ക്ക് കൈയും കൊടുത്ത് സോഫയിലേക്ക് വീണുപോയിരുന്നു. ഒരു നിമിഷത്തെ അന്താളിപ്പ് മാറിയതും അവൻ കലിയോടെ പല്ലുകൾ ഞെരിച്ചമർത്തി. ആ നേരത്തവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് റയാന്റെ മുഖം മാത്രമായിരുന്നു. അവൻ നടന്നതൊക്കെ പോളിനോടും റൂബിയോടും പറഞ്ഞെന്നായിരുന്നു അവന്റെ മനസ്സിലപ്പോൾ തോന്നിയത്. അതുകൊണ്ട് തന്നെ അവനോടുള്ള വെറുപ്പിൽ റീജോയുടെ മനസ്സാകെ നീറിപ്പുകഞ്ഞു. റീജോ നേരെ കോളേജിലേക്കായിരുന്നു പോയത്. അപ്പോഴേക്കും ക്ലാസ് വിട്ടിരുന്നു. ആമിയെ ഒന്ന് കാണാനും വീട്ടിൽ നിന്ന് കിട്ടിയതിൻ്റെയൊക്കെ ചുരുക്ക് അവളോട് തീർക്കാനുമായിരുന്നു പോയതെങ്കിലും അവൾ അതിനു മുന്നേ വീട്ടിലേക്ക് പോയിരുന്നു. അല്ല, നീ എന്താ ഇനി വരാഞ്ഞേ? ബോണി അവന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ചോദിച്ചു. എണീക്കാൻ പറ്റിയാലല്ലേ വരാൻ പറ്റൂ. അതെന്താ അളിയാ? തലേ ദിവസം എത്ര എണ്ണം കീറിയാലും നേരം വെളുക്കുമ്പോൾ പുല്ലുപോലെ എണീറ്റ് പോരാറുള്ള നീ ഓഫായി കിടന്നെന്നൊക്കെ പറഞ്ഞാൽ? അതിന് ഞാൻ ഓഫായി കിടക്കുമായിരുന്നെന്ന് നിന്നോടാരാ പറഞ്ഞത്? ഞാൻ തല്ലുകൊണ്ട് നൂന്ന് കിടക്കുമായിരുന്നു. പല്ല് കടിച്ചു പൊട്ടിച്ചുകൊണ്ട് റീജോ പറഞ്ഞതും അവന് ചുറ്റും നിന്നിരുന്നവരെല്ലാം അന്താളിപ്പോടെ അവനെ നോക്കി. തല്ലിയോ? ആര്? അവൻ തന്നെ, എന്റെ പുന്നാര ഇച്ചായൻ റയാൻ പോൾ കളരിക്കൽ. അതെന്തിനാ? അവനെല്ലാം അറിഞ്ഞു. അവൻ മിന്നുകെട്ടിയവൾ പരിശുദ്ധ കന്യാമറിയമാണെന്ന് അവൻ അറിഞ്ഞു. അത് മാത്രമല്ല, അവൾ എങ്ങനെ ഗസ്റ്റ് ഹൗസിൽ എത്തിയതെന്നെല്ലാം അടിച്ചു ഫിറ്റായ ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു. പിന്നെ പറയണോ പൂരം? ആ മോനെന്റെ ദേഹം മൊത്തം തല്ലി പഠിപ്പിച്ചു. അതൊക്കെ ഞാൻ പുറത്തേനെ. പക്ഷേ അവനെല്ലാം മമ്മിയോടും ഡാഡിയോടും പറഞ്ഞു. മമ്മി എന്റെ കരണത്തടിച്ചു. ഇനി ആ മോളുടെ പുറകെ പോയാൽ ജനിപ്പിച്ചത് മറന്ന് റീജോ പോളിനെ അങ്ങ് ഞൊട്ടി കൊന്നുകളയുമെന്നൊരു ഭീഷണിയും മുഴക്കി. വിടത്തില്ല ഞാൻ അവനെ. അവനാ എല്ലാത്തിനും കാരണം. മറക്കത്തില്ല ഞാൻ. എന്റെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞു അവളെ മിന്നു കെട്ടിയെങ്കിൽ അവൾക്ക് വേണ്ടതൊക്കെ അവൻ കൊടുത്തോളാമെന്ന്. നടത്തത്തില്ല റീജോ അത്. എന്നെ തല്ലി പഴിപ്പിച്ച് നന്നാക്കിയിട്ട് അവളുടെ കൂടെ പോർക്കാമെന്ന റയാൻ പോളിന്റെ വിചാരം. നടത്തിക്കത്തില്ല ഞാനത്.
അവളുടെ കൂടെ ചുമ്മാ ഒന്ന് കിടക്കാനുള്ള ആരോഗ്യം പോലും അവനിൽ ബാക്കി വെക്കില്ല റീജോ. തളർത്തി കിടത്തും ഞാൻ അവനെ. കലിമൂത്തൊരു മൃഗത്തെപ്പോലെ മുരളുന്നവനെ നോക്കി നിൽക്കുമ്പോൾ മറ്റുള്ളവന്മാർ തെല്ലു ഭയത്തോടെ ഉമിനീരിറക്കിപ്പോയി. കാരണം റീജോ എന്ന് മോഹിച്ചാൽ അതിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി ആർക്കെതിരെ നിൽക്കേണ്ടി വന്നാലും അവനതിന് മടിക്കില്ല. എവിടെയെങ്കിലും തോൽക്കുമെന്നൊരു സൂചനയെങ്കിലും കിട്ടിയാൽ പിന്നെ അവനൊരു മൃഗമാണ്. പക്ഷേ ഇവിടെ എതിരെ നിൽക്കുന്നവനും നിസ്സാരക്കാരനല്ല. ഇവൻ മൃഗമാണെങ്കിൽ മറ്റവൻ വന്യമൃഗമാണ്. രണ്ടും കൂടി ഏറ്റുമുട്ടിയാൽ ഒരുപക്ഷെ രണ്ടിനും നാശം തന്നെയായിരിക്കും ഫലം. അവരിൽ ചിലരെങ്കിലും മനസ്സിലോർത്തു. അളിയാ, നീ ഒന്ന് അടങ്ങ്. എടുത്തു ചാടി തീരുമാനമൊന്നും എടുക്കണ്ട. പിന്നെ എതിരെ നിൽക്കുന്നത് വെറുതെക്കാരനല്ല, നിന്റെ ഇച്ചായനല്ലേ? ഒരുത്തൻ അവനെ അനുനയിപ്പിക്കാനെന്ന പോലെ പറഞ്ഞു. ഇച്ചായൻ? പെണ്ണിന്റെ കാര്യത്തിൽ ഇച്ചായനുമില്ല അപ്പനുമില്ല റീജോയ്ക്ക്. അവളെ ഞാൻ മോഹിച്ചതെങ്കിൽ റയാനു മുന്നേ അവളെ ഞാൻ തന്നെ തിന്നും. എന്നിട്ട് വേണേൽ എൻ്റെ എച്ചിൽ തിന്നാം അവന്. അതേ നടക്കൂ, അതേ നടത്തൂ റീജോ. പിന്നെ നീ പറഞ്ഞതുപോലെ ഞാൻ എടുത്തു ചാടിയെടുത്ത തീരുമാനമൊന്നുമല്ല ഇത്. അവനെല്ലാം അറിഞ്ഞെന്ന് മനസ്സിലായ നിമിഷം മുതൽ ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാ റയാൻ പോളെന്ന അധ്യായമങ്ങ് മടക്കാൻ. ഒരു പിശാചിനെ പോലെ അത് പറഞ്ഞു നിർത്തുമ്പോൾ അത്രമേൽ ക്രൂരവും പൈശാചികവുമായിരുന്നു റീജോയുടെ മുഖം. ഇച്ചായ? അത്രമേൽ നേർത്തുപോയൊരു പെൺസ്വരമായിരുന്നു റീജോയെ ഇറക്കിയടച്ച കണ്ണുകൾ വലിച്ചു തുറക്കാൻ പ്രേരിപ്പിച്ചത്. ചുവന്നു കലങ്ങിയ മിഴികളോടെ തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യം അവൻ്റെ കണ്ണിൽപ്പെട്ടത് പേടി കൊണ്ടോ സങ്കടം കൊണ്ടോ വിതുമ്പിപ്പോയ തുടുത്ത ചുണ്ടുകളായിരുന്നു. പതിയെ ആ നോട്ടം അവളുടെ നനഞ്ഞ മിഴികളിലേക്കും തുടുത്ത കവിളിലേക്കും നീണ്ടതും എന്തിനെന്നു പോലും അറിയാത്ത മുഖം വെട്ടിച്ച് തല കുടഞ്ഞു പോയിരുന്നു റീജോ. ഇച്ചായ? വീണ്ടും അതേ വിളി അവളിൽ നിന്ന് വന്നതും അവൻ കലിയോടെ പല്ല് ഞെരിച്ചു. അത് കണ്ടതും അവരുടെ ചുറ്റും നിന്ന് അവൻ്റെ ഫ്രണ്ട്സെല്ലാം പതിയെ അവിടെ നിന്ന് പിൻവാങ്ങിയിരുന്നു. എന്തിനാ അച്ഛാ എന്നോടിത്ര വെറുപ്പ്? ഞാൻ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. എല്ലാം അറിഞ്ഞിട്ടും എന്നെ സ്നേഹിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞോടി? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചുമ്മാ എൻ്റെ പിറകെ നടന്നെന്നെ വെറുപ്പിക്കരുതെന്ന്. റീജോയ്ക്ക് മോഹം തോന്നാത്ത ഒരു പെണ്ണിൻ്റെ കൂടെയും റീജോ ഇതുവരെ കിടന്നിട്ടില്ല. നിന്റെ ഈ ഉണക്കച്ചൊട്ടയിലും എന്നെ മോഹിപ്പിക്കാനുള്ളതൊന്നുമില്ലടി കോപ്പേ. എന്നെ അടക്കാൻ പറ്റുന്നത് ശരീരം പോലുമില്ലാത്ത നിന്നെ പ്രേമിച്ചിട്ട് എനിക്കെന്തോ കിട്ടാനാടി? അവൻ്റെ ചോദ്യം കേട്ടതും ആത്മാഭിമാനം മുറിപ്പെട്ടവളെ പോലെ നിന്നുരുകിപ്പോയിരുന്നു ക്രിസ്റ്റി. സ്വയം അറിയാതെ തൻ്റെ മെലിഞ്ഞ ശരീരത്തിലൂടെ അവളുടെ നോട്ടമൊന്ന് ഇഴഞ്ഞുപോയി. പിന്നെ എൻ്റെ കൂടൊന്ന് കിടന്നു കഴിഞ്ഞാൽ നിന്റെ ഈ ആശ്വാസം കിട്ടുമെന്ന്, നിന്നെക്കൊണ്ടുള്ള ശല്യം തീരുമെങ്കിൽ ഞാൻ സാധിപ്പിച്ചു തരാം. പക്ഷേ ഇപ്പോഴല്ല. ഇപ്പോൾ ഞാനൊരു വാശിയില്ല. ഞാൻ മോഹിച്ചിട്ടും എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ ഒരുത്തിയുണ്ട്. ഇനി അവളെ അനുഭവിച്ചിട്ടല്ലാതെ റീജോ മറ്റൊരു പെണ്ണിനെയും തൊടില്ല ഇനി. അവനത് പറഞ്ഞതും കേൾക്കാൻ പാടില്ലാത്ത എന്തോ ഒന്ന് കേട്ടതുപോലെ പൊള്ളി പിടഞ്ഞു പോയിരുന്നു ക്രിസ്റ്റി. തൻ്റെ പ്രണയത്തെ അവൻ കേവലം കാമമായി ചിത്രീകരിച്ചതും മറ്റൊരുവൾക്ക് ശേഷം തൻ്റെ ശരീരം കൊണ്ട് തൃപ്തിപ്പെടുത്തി തരാമെന്നും പറഞ്ഞതൊക്കെ അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഒരു നിമിഷം അവൻ്റെ ഓർമ്മകൾ പോലുമില്ലാത്ത എവിടേക്കെങ്കിലും ഓടി ഒളിച്ചാലോ എന്ന് പോലും തോന്നിപ്പോയിരുന്നു അവൾക്ക്. പെട്ടെന്നായിരുന്നു അവളെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ട് ബൈക്കിലിരുന്ന റീജോയുടെ കൈകളുടെ ഇടുപ്പിൽ മുറുകിയതും ആ ഉടലിനെ തന്നോട് അമർത്തി നിർത്തിയതും. ഇച്ചായ? സ്വയം അറിയാതെ അവൾ വിളിച്ചതും റീജോ കുനിഞ്ഞവളുടെ അതരമൊന്നാകെ തൻ്റെ ചുണ്ടുകൾക്കുള്ളിലാക്കിയിരുന്നു. ഒട്ടും മൃദുവല്ലാത്ത തീർത്തും വന്യമായി അവൻ്റെ അതരങ്ങളെ നുണഞ്ഞു വലിക്കുന്നതും നാവിൽ ദന്തമുദ്ര പതിക്കുന്നതും സഹിക്കാൻ കഴിയാത്ത വേദനയോടെ അവൾ അറിഞ്ഞു. ഒപ്പം തന്നെ അവൻ്റെ വലം കൈ അവളുടെ ഇടത് മാറിനെ ഉടച്ചൊഴിയുകയും അത് ഇടത് കൈവിരലുകൾ ടോപ്പിന് മുകളിൽ കൂടി തന്നെ അത്രമേൽ ശക്തമായി അവളുടെ പൊക്കിൾച്ചുഴിയിലേക്ക് പാഞ്ഞു കയറുകയും ചെയ്തു. ഒരു ചലനം കൊണ്ട് പോലും അവനെ തടയാൻ കഴിയാതെ പോയ ഒരു മിനിറ്റിനു ശേഷം റീജോ അവളെ പിടിവിടുമ്പോൾ ചുണ്ടും നാവും പൊട്ടി ചോര വന്നുപോയ അവളുടെ മുഖമൊരു വികൃത രൂപമായി പോയിരുന്നു. മാറിലെയും പൊക്കിൾച്ചുഴിയിലെയും നൊമ്പരത്തിൻ്റെ ആധിക്യം കൊണ്ട് അവ രണ്ടും അവിടെ തന്നെയുണ്ടോ അതോ അവൻ പറിച്ചെടുത്തോ എന്നുപോലും തോന്നിപ്പോയിരുന്നു ക്രിസ്റ്റിക്ക്. പക്ഷേ റീജോ അപ്പോഴും ക്രൂരമായി പുഞ്ചിരിക്കുക തന്നെയായിരുന്നു. ഇതെന്തിനാണെന്നറിയാവോ? ഞാൻ പറഞ്ഞ സമയം വരെ നിനക്ക് പിടിച്ചു നിൽക്കാം. തൽക്കാലം ഇത് തന്നെ ധാരാളമായിരിക്കും. ഇതിൽ കൂടുതലൊന്നും താങ്ങാൻ നിന്റെ ഈ ദാരിദ്ര്യം പിടിച്ച ശരീരത്തിന് പറ്റത്തില്ലടി ക്രിസ്റ്റി മോളെ. അവൻ പുച്ഛത്തോടെ പറഞ്ഞതും ഇനി ആ കൺമുന്നിൽ നിൽക്കാനുള്ള ധൈര്യം പോലുമില്ലാതെ ക്രിസ്റ്റി ആർത്ത് കരഞ്ഞുകൊണ്ട് തിരിഞ്ഞോടി. ആമി കോളേജിൽ നിന്നും എത്തുമ്പോൾ മുറ്റത്ത് നന്ദൻ്റെ വണ്ടിയിരിക്കുന്നത് കണ്ടിരുന്നു. അച്ഛനിന്ന് നേരത്തെ എത്തിയോ എന്നോർത്തുകൊണ്ട് അവൾ പതിയെ അകത്തേക്ക് കയറി. അമ്മേ. ആമി നേരെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ചായ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പൂർണിമ. ആ വന്നോ? എങ്ങനെയുണ്ടായിരുന്നു മോളെ? ആ ചെറുക്കൻ വല്ല പ്രശ്നത്തിനും വന്നോ? പൂർണിമ ആകുലതയോടെ ചോദിച്ചു. ഇല്ലമ്മ. അല്ല, അച്ഛനിന്ന് നേരത്തെ വന്നോ? ആ, അച്ഛൻ ഉച്ചയ്ക്ക് മുന്നേ വന്നു. ഇപ്പോൾ വിനോദങ്ങൾ വന്നിട്ടുണ്ട്. രണ്ടാളും കൂടി തൊഴിലോട്ട് ഇറങ്ങിയേക്കുവാ.
അങ്കിൾ എന്താ പെട്ടെന്നൊരു വരവ്? അടുക്കളയിൽ കിടന്ന കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് ആമി ചോദിച്ചു. ആവോ, എനിക്കറിയില്ല. അങ്കിൾ വന്നോണ്ടാണോ അച്ഛനിന്ന് നേരത്തെ വന്നേ? അല്ല, കളരിക്കലേന്ന് റയാന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ വിളിച്ചു വരുത്തിയതാ. ചായ പകർത്തിക്കൊണ്ട് തന്നെ പൂർണിമ പറഞ്ഞതും ദിവസങ്ങൾക്ക് ശേഷം ഉള്ളന്നുലഞ്ഞതുപോലെ പിടഞ്ഞെണീറ്റു പോയിരുന്നു ആമി. എന്തിനാ അവര് വന്നേ? ചോദിക്കുമ്പോൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവളുടെ സ്വരം ഇടറിപ്പോയിരുന്നു. അത് റയാൻ റീജോയിൽ നിന്ന് തന്നെ എല്ലാ സത്യവും അറിഞ്ഞെന്ന്. അവർ സംസാരിക്കുന്നത് കേട്ട് ആ സ്ത്രീ തളർന്നു വീണ് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. പൂർണിമ പറയുന്നത് കേട്ട് നിൽക്കുമ്പോൾ ആമിയുടെ ഉടലിൽ എന്തിനോ വിറപൂണ്ടിരുന്നു. ഇനി ഒരിക്കൽ കൂടി ആ വീട്ടിലേക്ക് തിരികെ പോകേണ്ടി വരുമോ എന്ന ഭയം അവളുടെ കൃഷ്ണമണിയുടെ വികാസം വല്ലാതെ കൂട്ടിയിരുന്നു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് ഇവിടെ വന്ന് മാപ്പ് പറഞ്ഞ് നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാനാ അവര് വന്നത്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് അച്ഛനോട് വാക്ക് പറയുകയും ചെയ്തു. പൂർണിമ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ആ നേരം രണ്ട് ചെന്നായ്ക്കളെ പോലെ തന്നെ കടിച്ചു നീറാൻ നിൽക്കുന്ന റയാന്റെയും റീജോയുടെയും മുഖമായിരുന്നു ആമിയുടെ മനസ്സിൽ നിറയെ. അതവളിൽ വല്ലാത്തൊരു ഭയം നിറച്ചിരുന്നു. ഇച്ചായ ഉണ്ടായിരുന്നോ? ആകാംക്ഷയോടെ ചോദിക്കുമ്പോൾ വീണു പോകാതിരിക്കാനെന്ന പോലെ അവൾ മേശയിൽ അള്ളിപ്പിടിച്ചിരുന്നു. ഇല്ല, അവർ രണ്ടാളുമേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ നേരമിരുന്ന് അച്ഛനോട് ആവുന്ന പോലൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ അച്ഛൻ തീർത്തു പറഞ്ഞു, ഇനി നിന്റെ ജീവിതം വച്ചൊരു പരീക്ഷണത്തിനില്ലെന്ന്. അത് പറയുമ്പോൾ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടെങ്കിലും പൂർണിമയിൽ നിറഞ്ഞത് നിരാശയായിരുന്നെങ്കിലും ആമിയിലത് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു തീർത്തത്. കാരണം ഇനിയും ആ വീട്ടിൽ ചെന്ന് കിടന്ന് റയാന്റെയും റീജോയുടെയും ക്രൂരതകൾക്ക് പാത്രമാകുന്നതിനെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ, മോള് വന്നോ? അകത്തേക്ക് കയറി വന്നുകൊണ്ട് നന്ദൻ ചോദിച്ചപ്പോഴായിരുന്നു ആമി സ്വബോധത്തിലേക്ക് വന്നത്. അവൾ പതിയെ അയാളെ നോക്കി നേർമയായി ഒന്ന് പുഞ്ചിരിച്ചു. ദാ, വിനോദങ്ങൾ വന്നിട്ടുണ്ട്. നിന്റെ കാര്യം ചോദിച്ചതേയുള്ളിപ്പോ. മോൾ അങ്ങോട്ട് ചെല്ല്. നന്ദൻ പറഞ്ഞതും തലകുലുക്കി സമ്മതിച്ചുകൊണ്ട് ആമി അടുക്കളയിൽ നിന്നും പുറത്തേക്കിറങ്ങി. മുടിയൊക്കെ ഒതുക്കി തന്നെയല്ലേ ഇരിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി ഉറപ്പാക്കിക്കൊണ്ട് അവൾ പതിയെ പൂമുഖത്തേക്ക് നടന്നു. ആമി ചെല്ലുമ്പോൾ നടുമുറ്റത്തെ മാവിൽ നിന്ന് കണ്ണിമാങ്ങ പൊട്ടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു വിനോദ്. അത് കണ്ടുകൊണ്ട് അവൾ പതിയെ അവിടേക്ക് ചെന്നു. അങ്കിൾ. ആഹാ, ആദിക്കുട്ടി വന്നായിരുന്നോ? വിളികേട്ട് തിരിഞ്ഞു നോക്കിയതും പിന്നിൽ നിൽക്കുന്ന ആമിയെ കണ്ട് വാത്സല്യത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് വിനോദ് ചോദിച്ചു. ഞാനിപ്പോൾ വന്നതേയുള്ളൂ അങ്കിൾ. അങ്കിൾ എന്താ പെട്ടെന്നൊരു വരവ്? അല്ലെങ്കിൽ വരുമ്പോൾ സീതാന്തിയും ലച്ചുവുമൊക്കെ ഉണ്ടാവുന്നതല്ലേ പതിവ്? അവൾ തൻ്റെ സംശയം മറച്ചു വെക്കാതെ ചോദിച്ചു. ഞാനിപ്പോൾ അങ്ങനൊരു വരവ് വന്നതല്ല മോളെ. ഓഫീസിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാ. അപ്പോൾ ഇവിടെ കുടന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. മോള് വീണ്ടും കോളേജിൽ പോയി തുടങ്ങിയല്ലേ? തൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛനിൽ നിന്ന് അങ്കിളും അറിഞ്ഞല്ലോ എന്നൊരു വല്ലായ്മ തോന്നിയെങ്കിലും ആമി പതിയെ മോളി. കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു. മോളൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. ഇതൊക്കെ അങ്ങ് മാറത്തില്ലേ. മോള് തൽക്കാലം പഠിച്ചാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളൊക്കെ അച്ഛനും അങ്കിളും കൂടി നോക്കിക്കോളാം. വിനോദ് അവളുടെ കവളിൽ തൊട്ടുകൊണ്ട് പറയുന്നതൊരു പുഞ്ചിരിയോടെ കേട്ടു നിൽക്കുമ്പോഴും എന്താണ് ആ മനുഷ്യൻ ഉദ്ദേശിക്കുന്നതെന്ന ചിന്തയിൽ കിടന്നുഴറുകയായിരുന്നു ആമിയുടെ മനസ്സ്.